ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര പാലക്കാടേക്കാണ് കേട്ടോ. അപ്പോൾ പാലക്കാട് ചെന്നിട്ട് അവിടുത്തെ ഉൾഗ്രാമങ്ങളും അതിൽ കൂടി ഒന്ന് യാത്ര ചെയ്യണം, അതിൻ്റെ ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പോണത്. ഇപ്പോൾ ഒരു സമയം രാവിലെയാണ്. അപ്പോൾ ഞങ്ങളിത് തൃശ്ശൂരിൽ നിന്നൊക്കെ വിട്ടു, ചുവന്നമണ്ണൊക്കെ കഴിഞ്ഞു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഹൈവേ കൂടെയാണ് കേട്ടോ. പണ്ടത്തെ NH47, ഇപ്പം അതിൻ്റെ പേര് മാറി NH 544. പിന്നെ റോഡൊക്കെ അടിപൊളിയാണ്, ഇവിടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, യാത്ര ചെയ്യാൻ നല്ല സുഖമാണ്. പിന്നെ ഇതിപ്പോൾ ഈ ഹൈവേ നാഷണൽ ഹൈവേ ആണല്ലോ, ഇത് ശരിക്കും സേലം ടു കൊച്ചി ഇത് കണക്ട് ചെയ്യണത്. സേലം ടു കൊച്ചി ഹൈവേ ആണ്. നമ്മൾ ശരിക്കും ഇതിൽ കൂടെ പോകുമ്പോൾ പാലക്കാട്, തൃശ്ശൂർ, പാലക്കാട്, അതുപോലെ കോയമ്പത്തൂർ, അത് കഴിഞ്ഞ് സേലം, അങ്ങനെയാണ് അതിൻ്റെ ഇത്. പിന്നെ ഇതിൽ നമുക്ക് ഇവിടെ കുതിരാൻ ടണൽ വന്നോട് കൂടിയിട്ട് അത്ര ബ്ലോക്കൊന്നുമില്ല ഇപ്പോൾ. പണ്ടൊക്കെ പോകുമ്പോൾ ഈ ടണൽ ഓപ്പൺ ചെയ്യാനായിട്ട് മുന്നൊക്കെ നമുക്ക് ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇപ്പോൾ ആ പ്രശ്നമില്ല, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കടന്നു പോവാം. അപ്പോൾ ഇതാ നമ്മൾ കുതിരാൻ ടണലിൽ കൂടെ കടന്നു. ഈ ടണലിന് 1.6 കിലോമീറ്റർ ദൂരമുണ്ട്. നമുക്ക് കുതിരാനൊക്കെ കഴിഞ്ഞ് ടണലൊക്കെ കഴിഞ്ഞ് കടന്നു വരുമ്പോൾ തന്നെ നമുക്കിത് പശ്ചിമഘട്ടം കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഹൈവേയിൽ ഇടയ്ക്കിടയ്ക്ക് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ മേൽപ്പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡിൽ കൂടെ അത്ര സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്നില്ല. പിന്നെ അധികം ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരം പണി നടക്കണു, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നല്ല സ്മൂത്തായിട്ട് പോകണു, അങ്ങനെയൊക്കെ. പിന്നെ നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയിലേക്ക് കടന്നു കേട്ടോ. വാണിയമ്പാറയാണല്ലോ ബോർഡർ. അപ്പോൾ തൃശ്ശൂർ പാലക്കാടിൻ്റെ ബോർഡർ വാണിയമ്പാറയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ശരി പാലക്കാട് ജില്ലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഹൈവേയിലാണെങ്കിൽ കണ്ടോ, നടുക്ക് ഇങ്ങനെ ഇവർ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് നിറയെ പൂവൊക്കെ ഇട്ടിട്ടും നല്ല പച്ചപ്പോട് കൂടിയിട്ട് നിൽക്കുന്നുണ്ട്.
ഇവിടെ പണി നടക്കുന്നുണ്ട്. എന്നാലും ഈ നടുക്കുള്ള ചെടികൾ നല്ല നിറയെ പൂക്കളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ അങ്ങനെ മഴയുടെ ഒരു ലാഞ്ചനയും കാണാനില്ല കേട്ടോ. പോകുമ്പോൾ നല്ല വെയിലാണ്. അപ്പം ഞങ്ങളിതാ ടോൾ പ്ലാസ എത്താറായി കേട്ടോ. പന്നിയങ്കര ടോൾ പ്ലാസ എത്താറായി. പിന്നെ ഇതൊക്കെ ആലത്തൂരിൽ പെടുന്നതാണ്. ഈ സ്ഥലങ്ങളെല്ലാം ആലത്തൂർ ഇതിൽ പെടുന്നതാണ്. ഹോട്ടൽ ഡയാന, അത് പണ്ടത്തെ ഒരു 10-25 വർഷം മുന്നേ നമ്മൾ ടൂർ പോയപ്പോൾ എടുത്തത്. പിന്നെ അതെ ഇവിടേക്ക് എത്തിയപ്പോൾ നമ്മുടെ പാലക്കാടിൻ്റെ ഭംഗിയൊക്കെ കാണാൻ തുടങ്ങിയിട്ടാ. അതായത് കൃഷിസ്ഥലങ്ങൾ. നമുക്ക് പാലക്കാട് എന്ന് തന്നെ പറയുമ്പോൾ ഈ നെൽകൃഷിയും അതുപോലെ പനിയും അതുപോലെ കുറേ തെങ്ങും ഒക്കെ നിൽക്കുന്നതാണല്ലോ. അങ്ങനത്തെ ഒരു ഗ്രാമമാണല്ലോ നമ്മുടെ മനസ്സിൽ വരിക. പിന്നെ നമ്മൾ ഈ ഹൈവേ കൂടെ പോകുമ്പോൾ, ഈ റോഡ് മുകളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഈ കാഴ്ചകൾ അത്രയും കൂടെ കാണാൻ പറ്റില്ല. എന്നാലും ചില സ്ഥലത്തൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുമേ. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണല്ലോ പാലക്കാട്. അതുപോലെ കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ലയും കൂടിയാണ് പാലക്കാട്. അപ്പോൾ നല്ല കൃഷി സ്ഥലങ്ങളുണ്ട്. പക്ഷെ കൃഷിയൊക്കെ ഒരുവിധം കഴിഞ്ഞു കിട്ടപ്പോൾ ചില സ്ഥലത്ത് മാത്രമേ അങ്ങനെ കാണുള്ളൂ നെൽകൃഷി, ചെറുതിച്ച് തൈക്കളൊക്കെ ആയിട്ട്. ഒട്ടുമിക്കയിടത്തും കൃഷിയൊക്കെ കഴിഞ്ഞ് ഉണങ്ങിയാണ് ഇരിക്കുന്നത്.
ആ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇതാണ് പാലക്കാട് മെഡിക്കൽ കോളേജ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അല്ലേ? പാലക്കാട് എത്തി. പാലക്കാട് ടൗണിൻ്റെ ഉള്ളിലേക്ക് പോയില്ല, ഹൈവേന്ന് നമ്മൾ ഇറങ്ങാണ്. അതായത് ഇങ്ങനെ ഹൈവേ പോവുകയാണെങ്കിൽ നേരെ സേലം വരെ എത്തുമല്ലോ, കോയമ്പത്തൂർ ഇതൊക്കെ ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾക്ക് രാമശ്ശേരിയിലേക്ക് പോകണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കണേ. അവിടെ പോകണം, ആ ഗ്രാമമൊക്കെ കാണണം. അപ്പോൾ ഇനി നമ്മൾ ഹൈവേ കാഴ്ചകളല്ല കേട്ടോ, ഇനിയിപ്പോൾ ശരിക്കും എന്താ പറയുക, ഗ്രാമീണ കാഴ്ചകളായിരിക്കും. നമ്മൾ പാലക്കാടിൻ്റെ ഗ്രാമത്തിൽ കൂടെയുള്ള കാഴ്ചകളായിരിക്കും. ചെറിയ മരങ്ങളും ഒക്കെ ആയിരിക്കും. പുതുശ്ശേരി പൊള്ളാച്ചി റോഡ്, ഇത് പുതുശ്ശേരി അല്ലേ ശരിക്കും സ്ഥലം? ഇത് കൂട്ടുപാത പൊള്ളാച്ചി റോഡ്. Continue on Vallakulam Ramaseri Road for 800 meters. ഞങ്ങളിതാ ഇപ്പോൾ രാമശ്ശേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് റോഡ് എന്ന് വിചാരിക്കുന്നു. ചെറിയ ചെറിയ റോഡുകളാട്ടോ. പിന്നെ രണ്ട് സൈഡിലും കൃഷി സ്ഥലങ്ങളുണ്ട്, പക്ഷേ എല്ലാം ഉണങ്ങിയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ശരിക്കും മഴക്കാലത്തൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഒരു പച്ചപ്പും ഒക്കെ ഉണ്ടാവും. അതുപോലെ കൃഷി സമയത്താണെന്നുണ്ടെങ്കിൽ ഈ കൃഷികളൊക്കെ നിൽക്കുമ്പോൾ അതിൽ കൂടെ വരുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാകും. പിന്നെ ഇതേ കണ്ടോ, ഇവിടെ കൊച്ചു കൊച്ചു അമ്പലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചൊക്കെ ഒരു തമിഴ് ടച്ച് പോലെ തോന്നണം ഇങ്ങോട്ട് വരുമ്പോൾ. ശരിക്കും പാലക്കാട് ടൗണിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ അങ്ങോട്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് രാമശ്ശേരി ഇഡ്ഡലി കഴിക്കണം, ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ രാമശ്ശേരി ഇഡ്ഡലി കഴിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വന്നിരിക്കണേ. രാവിലെയാണ് അതുകൊണ്ട് പുറപ്പെട്ടത് തന്നെ. പിന്നെ അതെ, മഴയൊന്നും ഇവിടെ ഇല്ല, നല്ല വെയിലാണ്, നല്ല ചൂടുണ്ട് പുറത്ത്. അതുപോലെ നമ്മൾ കുറച്ച് പോകുമ്പോഴുണ്ടല്ലോ, പിന്നെ നമുക്ക് ഇവിടെ പനകൾ കാണാം, നിറയെ പനകൾ. പാലക്കാട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരും എന്താ, നെൽകൃഷി, പന, അതൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പനകൾ നിൽക്കുന്നുണ്ട് ഇങ്ങനെ. പാലക്കാടിൻ്റെ ഏതാ ഭാഗം? കിഴക്കാ? പാലക്കാടിൻ്റെ കിഴക്കൻ പാലക്കാടാണിത്. കരിമ്പനകള്, ചെറിയ റോഡ്, അങ്ങനെ നാട് പോലത്തെ സ്ഥലം. പാടമൊന്നും കാണാനില്ല കേട്ടോ, കുറച്ച് അമ്പലങ്ങളൊക്കെ കാണുമ്പോൾ തമിഴ്നാട് സ്റ്റൈലാണ്. അപ്പം നമ്മൾ സാധാരണ രാമശ്ശേരി എന്നൊക്കെ കൂടുതൽ കേൾക്കുന്നത് രാമശ്ശേരി ഗ്രാമം ഓക്കെ അങ്ങനെയാണ്. പക്ഷെ മൊത്തത്തിൽ കേട്ടിട്ടുള്ളത് രാമശ്ശേരി ഇഡ്ഡലി, അതാണല്ലോ ഫേമസ്. അവരുടെ തനതായ രുചിയിൽ ഉണ്ടാക്കുന്ന ഒരു ഇഡ്ഡലിയാണ് രാമശ്ശേരി ഇഡ്ഡലി. ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോണത്. അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ ഭംഗിയും ഒക്കെ അറിയും ചെയ്യാം. അതുപോലെ
ഇവിടെ അവരുടെ തനതായ ഒരു രുചിക്കൂട്ടിലുണ്ടാക്കുന്ന ആ വിഭവത്തിൻ്റെ ഒരു ടേസ്റ്റും അറിയാമെന്നൊക്കെ വിചാരിച്ചിട്ട്. ശരിക്കും ഈ ഗ്രാമം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമ്മുടെ ടൗണിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല, പക്ഷേ അങ്ങോട്ട് കടക്കുമ്പോഴേക്കും നല്ല ഗ്രാമാന്തരീക്ഷം, ഭയങ്കര ശാന്തമായിട്ടുള്ള സ്ഥലം. പിന്നെ ഈ സൈഡിലൊക്കെ കണ്ട വീടുകളിൽ കോലമൊക്കെ വരച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു തമിഴ് സ്റ്റൈലാണ് ഇവിടുത്തെ അമ്പലങ്ങളും അതുപോലെ ഈ വീടുകളൊക്കെ കാണുമ്പോൾ ഒരു തമിഴ് സ്റ്റൈല്. പിന്നെ നമ്മൾ എത്തി കേട്ടോ, സ്ഥലം എത്തി രാമശ്ശേരി. ഇവിടെ സ്കൂള് കാണാനുണ്ട്. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇത് ഈ പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മുതലിയാർ കുടുംബങ്ങൾ ഇവിടെ വന്നു, എന്നിട്ട് ആ ഫാമിലി ഇവിടെ സെറ്റിലായി. അപ്പോൾ അതിലത്തെ സ്ത്രീകൾ നല്ല പാചകക്കാരും പുരുഷന്മാരാണെങ്കിൽ നല്ല നെയ്ത്തുകാരും. അപ്പോൾ അങ്ങനെ അത് പരമ്പരാഗതമായിട്ട് അവരുടെ ആ രുചിക്കൂട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള സംഭവമാണ് ഈ ഇഡ്ഡലി, രാമശ്ശേരി ഇഡ്ഡലി. അപ്പോൾ പിന്നീട് അത് ഭയങ്കര ഫേമസായി. അപ്പോൾ ഇതാണ് അതിൻ്റെ ചരിത്രം. ഇവരെപ്പോഴും ആ ഫാമിലി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അവർക്കതിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ അറിയാം. അതിങ്ങനെ പകർന്നുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ ഇതിപ്പോൾ സ്ഥലം എത്തിയിട്ടോ. അതായതാണ് ഈ രാമശ്ശേരി ഇഡ്ഡലിക്കട ഷോപ്പ്. ഇതാണ് ചെറിയ ഷോപ്പാണേ. പിന്നെ ഇവിടെ സിനിമാ നടന്മാരെയും അങ്ങനെ പലരുടെയൊക്കെ ഫോട്ടോസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ? ഞങ്ങളിവിടെ വന്നപ്പോൾ ഈ ഇഡ്ഡലി കടയിൽ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. പിന്നെ ഒരു സെറ്റ് ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ 2 എണ്ണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 സെറ്റ് ഇഡ്ഡലി വാങ്ങി. ഇഡ്ഡലിക്ക് വലിപ്പം കണ്ടോ, കുറച്ച് വട്ടത്തിലാണ്, എന്നാൽ കട്ടി കുറവാണ്, പക്ഷെ ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് സാമ്പാർ, ചട്നി, അതുപോലെ തന്നെ വേറൊരു ചമ്മന്തിയുണ്ട്. അതുപോലെ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് വേണം കഴിക്കാൻ. അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആ ചമ്മന്തിപ്പൊടിയും അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ ചുമന്ന ചട്നിയും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇഡ്ഡലിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാണ് കൊച്ചു കടയാണ്, എന്നാൽ അത്യാവശ്യം നല്ല തിരക്കുമുണ്ട് നമ്മൾ വരുമ്പോൾ തന്നെ. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കണ്ടോ, അങ്ങനെ ഒരു ക്ഷേത്രം കാണുന്നുണ്ട്. അതുപോലെ കുറച്ചങ്ങോട്ട് മാറിയിട്ടും ഒരു ക്ഷേത്രം, അത് കുടുംബക്ഷേത്രമാണെന്ന് തോന്നുന്നു. കുറച്ചങ്ങോട്ട് മാറിയിട്ടും ഒരു ക്ഷേത്രം കാണാനുണ്ട്. അപ്പോൾ ഇതാണ് കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മൾ രാമശ്ശേരി ഇഡ്ഡലി എന്നൊക്കെ പറയുന്ന ആ കട ഇതാണ്. അപ്പോൾ ഞങ്ങളിവിടുത്തെ ഇതിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ അറിഞ്ഞു. ഇതാണ് ഈ കൊച്ചു കട. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി ഞങ്ങൾ വേറെ ഉൾപ്രദേശത്ത് ഗ്രാമത്തിൽ കൂടെ തന്നെ, അതായത് പാലക്കാടിൻ്റെ ഉൾപ്രദേശത്തിൽ കൂടെ തന്നെ കുറച്ചും കൂടി യാത്രയൊക്കെ ചെയ്ത് കുറച്ചും കൂടി സ്ഥലങ്ങളൊക്കെ കാണണം. അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത സ്ഥലമൊക്കെ ആയിട്ട് പിന്നെയും വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഓക്കെ, ബൈ, താങ്ക് യു.